സ്ഥാപന പച്ചക്കറി കൃഷിയിൽ മികച്ച മാതൃകയായി മാറിയ ഇടവരമ്പ് ഗവൺമെൻറ് LP സ്കൂളിലെ പച്ചക്കറിയിൽ ചീരകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു. This news is brought to you by സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ചെറുപുഴ കൃഷിഭവൻ വഴി നടപ്പിലാക്കുന്ന സ്ഥാപന പച്ചക്കറി കൃഷിയിൽ മികച്ച മാതൃകയായി മാറിയ ഇടവരമ്പ് ഗവൺമെൻറ് LP സ്കൂളിലെ പച്ചക്കറിയിൽ ചീരകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. രണ്ടാമത്തെ, കുട്ടികൾക്ക് പാഠ്യേതര വിഷയങ്ങളിൽ കൂടി കൃഷിയെയും നാടിനെയും അറിയാൻ, കുട്ടികൾ ജനങ്ങളുമായിട്ട് നേരിട്ട് ഇടപെടാൻ, ഇത്തരം വലിയ കൃഷിയെ സ്നേഹിക്കുന്ന ഒരു പുതുതലമുറയെ വളർത്താൻ കൃഷി വകുപ്പിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇത്തരം നല്ല പദ്ധതികൾ ഈ നാടിനും സമൂഹത്തിനൊക്കെ നൽകുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു സന്ദേശമാണ്. നമ്മുടെ സാധാരണക്കാരെ കർഷകരെ സംബന്ധിച്ചും ഇതൊരു വലിയ ആശ്വാസമാണ്. ഈ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചൊരു ആശ്വാസമാണ്. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ചെറുപുഴ പഞ്ചായത്തിലെ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ കൃഷി ഓഫീസറും അതുപോലെ കൃഷി അസിസ്റ്റന്റുമാരായ ശ്രീ സുരേഷ് കുറ്റൂർ അടക്കമുള്ള ഇതിന് നേതൃത്വം വഹിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവരെല്ലാം എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. ഈ പ്രദേശങ്ങളിൽ വിവിധങ്ങളായ കൃഷി പദ്ധതിയുമായിട്ട് ഒരുപാട് മുമ്പോട്ട് പോകുന്ന നല്ല ഉദ്യോഗസ്ഥരാണ്. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ഈ ഇടവരമ്പ് സ്കൂളിലെ LP സ്കൂളിലെ HM അടക്കമുള്ള ഈ കുട്ടികൾ വളരെ നല്ല രീതിയിൽ ഇതിനെ സ്നേഹിക്കുകയും ഇതിനെ പരിപാലിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഈ മനോഹരമായ ധന്യമായ ചടങ്ങിൽ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഔപചാരിക ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനാണ്. ചെറുപുഴ കൃഷി ഓഫീസർ P. അഞ്ജു സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീന വില്യംസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ശ്രുതി രാജേഷ്, പയ്യന്നൂർ ബ്ലോക്ക് കൃഷി ഓഫീസർ, ചെറുപുഴ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ, സ്കൂൾ PTA പ്രസിഡന്റ് സുനിൽകുമാർ, സ്കൂൾ ഹെഡ് മിസ്ട്രസ്, സീനിയർ അസിസ്റ്റന്റ് റീജ, PTA കമ്മിറ്റി അംഗങ്ങൾ, രക്ഷിതാക്കൾ, നാട്ടുകാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ചെറുപുഴ പഞ്ചായത്തിലെ ഏക ഗവൺമെൻറ് LP സ്കൂളായ ഇവിടെ എല്ലാ വർഷവും പച്ചക്കറി കൃഷി ചെയ്യാറുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് 60 സെൻറ്റിൽ ഇത്രയും വിപുലമായി കൃഷി ചെയ്യുന്നത്. വെണ്ട, വഴുതന, തക്കാളി, പച്ചമുളക് തുടങ്ങി കോളിഫ്ലവർ ഉൾപ്പെടെയുള്ള ശീതകാല പച്ചക്കറികളും പാവൽ, പടവലം, തലൂരി തുടങ്ങിയ പന്തൽ ഇനങ്ങളും ഇവിടെയുണ്ട്. വിളവെടുപ്പ് നടത്തിയ ചീര സ്കൂൾ പരിസരത്ത് വെച്ചും പുളിങ്ങോൺ ടൗണിലെത്തിച്ചും വിൽപ്പന നടത്തി. കുട്ടികൾക്ക് ശാസ്ത്രീയമായ രീതിയിൽ 20 സെൻറ്റ് സ്ഥലത്ത് ചീര മാത്രം വിളയിച്ചെടുത്ത് കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. കൃഷിഭവൻ വഴി കൃഷിക്ക് 50,000 രൂപ സബ്സിഡി ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് സാങ്കേതിക ഉപദേശങ്ങളുമായി കൂടെയുള്ള ചെറുപുഴ കൃഷി അസിസ്റ്റന്റ് സുരേഷ് കുറ്റൂർ പറഞ്ഞു. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.